ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്ന എരിവുള്ള പെട്ടിയപ്പം വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. സൂപ്പർ ടേസ്റ്റാണ്. വൈകുന്നേരങ്ങളിൽ ചായക്കൊക്കെ കൂട്ടാനും വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഇത് കുറേ നാളത്തേക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കേടുകൂടൊന്നും ചെയ്യില്ല. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം നമുക്ക് മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ബൗളിൽ 2 കപ്പ് മൈദ, ഒരു 3/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കരിഞ്ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം. ഈ കരിഞ്ജീരകവും ചെറിയ ജീരകവും അരിപ്പയിലിട്ടിട്ട് ഒന്ന് കഴുകിയിട്ടെടുക്കണം. പിന്നെ 3 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി. കശ്മീരി മുളക് പൊടി തന്നെ നിങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആവശ്യത്തിന് കളറും കിട്ടും, എരിവും കിട്ടും. ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പം ഇതിന് നല്ല കളർ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അത് അവർ കളർ ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ റെഡ് കളർ ചേർക്കുക, പക്ഷേ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സമയത്ത് കളറിൻ്റെ ആവശ്യമില്ലല്ലോ. ടേസ്റ്റൊക്കെ സെയിമാണ്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നോർമൽ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പൂരിയൊക്കെ കുഴക്കുന്നില്ലേ, അതേപോലെ നല്ലവണ്ണം കുഴച്ചിട്ടെടുക്കാം. നല്ലവണ്ണം ഇത് കുഴച്ചതിന് ശേഷം നമുക്കിത് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് വലിയ സ്ഥലത്ത് തന്നെ ഇത് പരത്തണം. ചപ്പാത്തി പലകയിൽ പരത്തണ്ട, അന്നേരം ചെറുതായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതിലാകുമ്പോൾ നല്ലോണം അങ്ങ് വലുതായിട്ട് അങ്ങ് പരത്തിയെടുക്കാം. കുറച്ച് മൈദ ഒക്കെ തൂക്കിയിട്ട് നല്ലോണം നേർമയായിട്ട് ഒന്നിത് പരത്തിയെടുക്കണം. അതിനുശേഷം ഇതേപോലെ കട്ട് കൊടുക്കുക. പതുക്കെ ശ്രദ്ധിച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. പിന്നെ ഡയമണ്ട് ഷേപ്പ് കിട്ടാനും വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഓയിൽ ചൂടാക്കാൻ വെക്കുക. അതിൽ വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ചതും പിന്നെ കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് മുരിച്ചിട്ടെടുക്കുക. എടുക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ വെച്ചാൽ മതി. ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഇതിൽ ഈ ഓയിലിലേക്ക് ഇറങ്ങാനും വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഇതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ലോ മീഡിയം ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ആക്കിയിട്ടെടുക്കാൻ. ഭയങ്കര ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കരിഞ്ഞു പോകരുത്, അന്നേരം ടേസ്റ്റ് മാറും. ഒന്ന് ക്രിസ്പി ആയതിന് ശേഷം നമുക്കിതെടുത്തിട്ട് അരിപ്പയിലോട്ട് എണ്ണ വാലാനും വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിപ്പയിലേക്ക് വെക്കാം. ഇതേപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. ഇത് ഏകദേശം കുറേ നാൾ വരെ കേടുകൂടാതിരിക്കും. സൂപ്പർ ടേസ്റ്റാണ്. വൈകുന്നേരം ചായക്കൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. മക്കൾക്കൊക്കെ ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം. അതുവരെയും ബൈ.